വർഷം 1925. കൊയോക്കാൻ പട്ടണത്തിന്റെ തെരുവുകളിലൂടെ അലക്സ് എന്ന 20-കാരന്റെ കയ്യും പിടിച്ചുകൊണ്ട് ആദ്യ മഴയുടെ മണവും ത്രസിച്ച് നടന്നു വരികയാണ് 18 വയസ്സുകാരി ഫ്രിദ കാഹ്ലോ. ജോർജ് ഹെഗലിനെയും കാൾമാക്സിനെയും കുറിച്ച് പറഞ്ഞ് ഇടയ്ക്ക് തർക്കിച്ചുകൊണ്ടാണ് ഇരുവരുടെയും നടത്തം. പെട്ടെന്ന് അതുവഴി വന്ന ബസ്സിൽ അവർ ചാടിക്കയറുകയും കിട്ടിയ സീറ്റിൽ കയറി ഇരിക്കുകയും ചെയ്തു. ഒരു ട്രാം കാറിനെ വളവിൽ വെച്ച് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ബസ് ഒരു ചുവരിലിടിക്കുകയും മറിയുകയും ചെയ്തു. ഈ അപകടത്തിൽ ഫ്രിദയുടെ നട്ടലിനും വാരിയലിനും പുറമെ വലത്തേക്കാലിൽ മാത്രം 11 ഒടിവുകളാണ് ഉണ്ടായത്. പിന്നീട് എഴുന്നേറ്റ് നടക്കാനുള്ള ശേഷി തിരിച്ചു കിട്ടിയെങ്കിലും അവൾക്ക് പൂർണ്ണമായും അത് സാധ്യമല്ലായിരുന്നു. അങ്ങനെ അവൾ ചിത്രങ്ങൾ വരയ്ക്കുവാൻ തുടങ്ങി. മനസ്സിൽ തോന്നുന്ന ചിന്തകളെയും പ്രതിഷേധങ്ങളെയും വരെ അവൾ കാൻവാസിലൂടെ ലോകത്തെ അറിയിച്ചു. മെക്സിക്കോയിലും അമേരിക്കയിലും മാത്രമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ പോലും നടക്കുന്ന പ്രതിഷേധങ്ങളിലും ചിത്രകലാ മത്സരങ്ങളിലും ഫ്രിദയുടെ ചിത്രങ്ങൾ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. ബാല്യത്തിൽ പോളിയോ രോഗവും കൗമാരത്തിൽ ബസ് അപകടവും സമ്മാനിച്ച വേദനകളെ തോൽപ്പിച്ചുകൊണ്ട് ലോകം അറിയപ്പെടുന്ന ചിത്രകലാകാരിയായ ഫ്രിദയുടെ കഥ ലോകത്തെ സ്വാധീനിച്ച കഥ